ശ്രീ കെ ജെ ജേക്കബിന് ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടില്ല. പക്ഷേ UDF കൊണ്ടുവന്ന ഗ്യാരണ്ടി എന്താണെന്നും പ്രകടനപത്രം എന്താണെന്നും പദ്ധതികൾ എന്താണെന്നും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹവും LDFിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ താല്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം കൂടി പറയണത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം, പക്ഷേ അധികാരത്തിലെത്തുമ്പോൾ നടന്നു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെ നിങ്ങൾ നടക്കാൻ തയ്യാറായില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥ വരും. 1 ലക്ഷം കോടി 1.5 ലക്ഷം കോടി രൂപ 57 തൊട്ട് പൊതുകടം ഉണ്ടായിരുന്നത് 10 വർഷത്തെ പൊതുകടം 6 ലക്ഷം കോടി രൂപയാണ് പൊതുകടം ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ മാറ്റിയെടുക്കണം. അതാ പറഞ്ഞ ധവളപത്രം എന്തൊരു കഷ്ടമാണത്. നിങ്ങളൊന്നും മിണ്ടായിരിക്കൂ. ഞാൻ പറയാം 18 മാസത്തെ ഇല്ല, നുണയാണ് ശ്രീകുമാർ. 18 മാസം 18 മാസം തെറ്റാണോ? 6 ലക്ഷം കോടി രൂപ കടമല്ല എന്ന് കെ ജെ ജേക്കബ് താങ്കൾ നുണ പറയരുതെന്ന് പറയുമ്പോൾ താങ്കൾ അതിന് ഉത്തരം പറയുന്നില്ല. താങ്കൾ ഒളിച്ചു പോവുകയാണ്. ഇതുപോലെയാണ് പല കാര്യങ്ങളും. ക്ഷേമ പെൻഷൻ കൊടുത്തില്ലെന്ന് പറയുന്ന നുണയുണ്ടല്ലോ, അതിലും വലിയ നുണയില്ല. 18 മാസത്തെ ക്ഷേമ പെൻഷൻ ഈ പറയുന്ന ഇത്രയും കോടി രൂപ കടമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞ വലിയ നുണയുണ്ടല്ലോ, ആ നുണ ഇപ്പോൾ ഇവിടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കെ ജെ ജേക്കബ്. താങ്കൾ അതിനോട് പ്രതികരിക്കുന്ന പോലുമില്ല. ഞാൻ എം പ്രകാശൻ മാസ്റ്റർ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എം പ്രകാശൻ മാസ്റ്റർ നോക്കൂ, എന്ത് നുണ വേണമെങ്കിലും പറയാൻ പാടില്ല, എന്ത് പഠിക്കാൻ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആളുകളുടെ മുമ്പിലേക്ക് ഫ്രീ ബീസ് എന്ന് പറഞ്ഞ് എടുത്തിടാം. പക്ഷേ ഇതൊന്നും ഒരു തെളിവും വേണ്ട, ഒരു വസ്തുതയും വേണ്ട. അതിന് നിങ്ങളുടെ പഠന കോൺഗ്രസിലെ പഠന വ്യായാമങ്ങൾ പോലെയുള്ള ഒരു കാര്യങ്ങളും ധൈര്യം ഇപ്പോൾ കേരളയിൽ ഏത് പഠന കോൺഗ്രസ് കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊളത്തി കിടന്നില്ല? കേരളയിലെ ഏത് പഠന കോൺഗ്രസാ? ഏത് പഠന റിപ്പോർട്ടാണ് കേരളയിൽ ഉണ്ടാക്കിയത്? കോടിക്കണക്കിന് രൂപ ശ്രീകുമാറിന് വേറെ മാർഗമില്ല. ഇപ്പോ സതീശൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളവ് പറഞ്ഞ ആളാണ് എന്നുള്ള കാര്യം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീകുമാറിന് കളവല്ലാതെ വേറെ ഒന്നും പറയാൻ വേണ്ടി കഴിയില്ല. LDF എന്തായാലും അഴിമതിയില്ലാത്ത ഗവൺമെൻറ് 10 കൊല്ലം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവിടെ വർഗീയ കലാപങ്ങളില്ലാത്തൊരു കാലം 10 കൊല്ലക്കാലം ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലം 10 കൊല്ലം ഈ കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. UDFനെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വഴിമുടക്കുകളായിട്ടാണ്. അവരെ ഇപ്പോൾ പറയുന്ന കാര്യം എന്താ? ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ലൈഫ് നിർത്തിക്കളയും. കിഫ്ബി ഈ കേരളത്തിൽ 1,16,000 കോടിയുടെ വികസനം നടത്തിയ സ്ഥാപന കിഫ്ബിയെ നശിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ BJP-ക്കാരുമായി ചേർന്ന് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അവർ AI ക്യാമറയുടെ വഴിമുടക്കിയാണ്, അവർ K-ഫോണിൻ്റെ വഴിമുടക്കിയാണ്, അവർ തുരങ്കപാതയുടെ വഴിമുടക്കിയാണ്, റെയിലിൻ്റെ വഴിമുടക്കിയാണ്, വിഴിഞ്ഞ പദ്ധതിയുടെ വഴിമുടക്കിയാണ്, ആർദ്രം നിർത്തുമെന്ന് പറഞ്ഞതാണ്. ജനങ്ങൾക്ക് എന്തെല്ലാം ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തടസ്സപ്പെടുത്തുന്നവരാണ് UDF-കാർ. അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഈ അപകടം ഇനി വരാൻ പാടില്ല. മലയാളിക്ക് വികസനം ഉണ്ടാവണമെങ്കിൽ, ജനക്ഷേമം ഉണ്ടാവണമെങ്കിൽ, മതസാഹോദര്യം നിലനിൽക്കണമെങ്കിൽ, അഴിമതിയില്ലാത്ത ഭരണം വേണമെങ്കിൽ, വികസനത്തിൻ്റെ വസന്തകാലം തുടരണമെങ്കിൽ, സർവോപരി രാജ്യത്തിനാകെ മാതൃകയായിട്ട് കേരള വികസനം നടക്കണമെങ്കിൽ കേരളത്തിലെ LDFിൻ്റെ ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാവണമെന്ന് ചിന്തിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാം.